4-5 ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല കാറ്റും മഴയുമായിരുന്നെങ്കിലും ഇന്ന് ഇത്തിരി കാറ്റും മഴയ്ക്കും കുറവുണ്ട് കേട്ടോ. അടുക്കളയിൽ കയറി ആദ്യത്തെ പണി ചായ ഇടലാണ് കേട്ടോ. ചായക്കുള്ള പാലടപ്പത്തെ വെച്ചതിന് ശേഷം ഞാൻ ദോശമാവിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ. ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും സാമ്പാറും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ഉഴുന്നുവട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാർക്കറ്റിൽ പോയി വന്നപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ആ ഉഴുന്നും കുറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ അടിച്ച് ദോശമാവിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല പോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശമാവ്. ഒരു കുക്കറിൽ സാമ്പാറിനുള്ള പരിപ്പും ചെറുള്ളിയും ഒരു കഷ്ണം കായവും കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഞാനൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ വെണ്ടക്കയുടെ കഷ്ണങ്ങൾ ഇട്ടൊന്ന് വാട്ടി അതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. അതേ കടായിൽ ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാളയും 2 വറ്റൽമുളകും ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, പിന്നെ കുറച്ചും കൂടി സാമ്പാർ പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിരുന്ന ഒരു മുരിങ്ങാക്കോലും എണ്ണയിൽ വാട്ടി മാറ്റി വെച്ചിരുന്ന വെണ്ടക്കയും കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. സാമ്പാറിന്റെ കഷ്ണങ്ങളൊന്ന് വെന്ത് വരുമ്പോഴേക്കും തക്കാളി ചട്നിക്കുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിൽ ഒരു 4 വറ്റൽമുളക് ഇട്ട് അതൊന്ന് വറുത്തു കോരി വെക്കുന്നുണ്ട്. വറ്റൽമുളക് വറുത്തു കോരി അതേ എണ്ണയിൽ കുറച്ച് ഉലുവയും കുറച്ച് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും സവാളയും അരിഞ്ഞു വെച്ചിരുന്നത് ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്നിക്കുള്ള സവാളയും തക്കാളിയും വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിനും ചട്നിക്ക് ആവശ്യമുള്ള വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറിൽ വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി തൂവി ഞാൻ അത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞ് ഞാൻ ചട്നിയിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലും ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം അത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ ദോശയും കൂടി ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. പൊന്നുവാണെങ്കിൽ രാവിലെ തന്നെ നല്ല കലിപ്പിലായിരുന്നേ. അവന് തക്കാളി ചട്നിയിലും കൂടുതൽ ഇഷ്ടം കപ്പലണ്ടി ചട്നിയാണ്. അവന്റെ ചട്നി അവൻ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ അടുത്ത പ്രാവശ്യം ദോശ ചുടുമ്പോൾ കപ്പലണ്ടി ചട്നി ഉണ്ടാക്കി അത് മുഴുവനും പൊന്നുവിന് തരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് അവന് ആ ദോശ കൊടുത്ത് അവനെ കൊണ്ട് കഴിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളേ. ഓക്കെ, ബൈ ബൈ.